വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് യൂണിറ്റ് 4 ആണ്. റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ റാഷണൽ യൂസ് ഓഫ് ഇഞ്ചക്ഷൻസും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ്സ് യൂസ് ചെയ്യാം. WHO ഡെഫിനിഷൻ എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പേഷ്യൻറ്റിന് റൈറ്റ് ഡ്രഗ് റൈറ്റ് ഡോസിൽ സഫീഷ്യൻറ്റ് ഡ്യൂറേഷനിൽ ക്ലിനിക്കൽ നീഡിനൊക്കെ ബേസ് ചെയ്തിട്ട് ലോ കോസ്റ്റിൽ റിസീവ് ചെയ്യണം. ഇതാണ് WHO റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൻ്റെ ഡെഫിനിഷൻ. പേഷ്യൻറ്റ് ഷുഡ് റിസീവ് ദ റൈറ്റ് ഡ്രഗ് ഇൻ അഡിക്വേറ്റ് ഡോസ് ഫോർ സഫീഷ്യൻറ്റ് ഡ്യൂറേഷൻ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ നീഡ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. ക്ലിനിക്കൽ നീഡിനനുസരിച്ച് റൈറ്റ് ഡ്രഗ് അഡിക്വേറ്റ് ഡോസിൽ സഫീഷ്യൻറ്റ് ഡ്യൂറേഷനിൽ ലോവസ്റ്റ് കോസ്റ്റിൽ പേഷ്യൻറ്റിന് റിസീവ് ചെയ്യണം. ഇനി ഇതിൻ്റെ റാഷണൽ ഡ്രഗ് യൂസിൻ്റെ ക്രൈറ്റീരിയ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനമാണ്. റൈറ്റ് ഡ്രഗ്, ശരിയായ മരുന്ന്, റൈറ്റ് പേഷ്യൻറ്റ്, ശരിയായ പേഷ്യൻറ്റിന് റൈറ്റ് ഡോസിൽ റൈറ്റ് റൂട്ടിലൂടെ തന്നെ റൈറ്റ് ടൈമിൽ ലഭിക്കണം. ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. ഇറാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് എന്തൊക്കെയാണ്? ഇറാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൽ എന്തൊക്കെയാണ് പെടുന്നത് നോക്കാം. റോങ് ഡോസേജ് റെജിമൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ. ഒന്നെങ്കിൽ റോങ് ഡോസേജോ അല്ലെങ്കിൽ ഡ്യൂറേഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രഗ്സിനെ ഇൻകറക്റ്റായിട്ട് യൂസ് ചെയ്യുക, ബാൻഡ് ഡ്രഗ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യുക, സെൽഫ് മെഡിക്കേഷൻ എടുക്കുക, പോളിഫാർമസി, ഓവർ യൂസ്, അണ്ടർ യൂസ്, മിസ്യൂസ്. ഇതൊക്കെയാണ് ഇറാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൽ വരുന്നത്. എവിടേക്കാണ് സ്റ്റെപ്സ് വേർ ഇറാഷണൽ യൂസ് ഒക്കേഴ്സ്? അപ്പോൾ എവിടേക്കാണ് ഇറാഷണൽ യൂസ് നടക്കുക? ഡയഗ്നോസിസ് സമയത്താണെങ്കിൽ പേഷ്യൻ്റ് എക്സാമിനേഷൻ ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ, ഡോക്യുമെൻറ്റഡ് മെഡിക്കൽ ഹിസ്റ്ററീൻ്റെ കുറവുണ്ടെങ്കിലും, ലാബ് ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലും തെറ്റായ രീതിക്കോ ഇനഡിക്കേറ്റ് ആയിട്ടോ നടക്കുകയാണെങ്കിലൊക്കെ അവിടെയൊക്കെ ഇറാഷണൽ യൂസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതൊരു ചാൻസാണ് പ്രിസ്ക്രിപ്ഷൻ്റെ കേസിൽ. ഇൻകറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക, എക്സ്ട്രാവാഗൻ പ്രിസ്ക്രൈബിങ്, ഓവർ പ്രിസ്ക്രൈബിങ്, മൾട്ടി പ്രിസ്ക്രൈബിങ്, ഇതൊക്കെ അവിടെ ഒരു ഇറാഷണൽ യൂസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഡിസ്പെൻസിങ്ങിൻ്റെ കേസിൽ പ്രിസ്ക്രിപ്ഷനിൽ റോങ് എൻട്രി നടത്തുക, റോങ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതും, കൗണ്ടിങ്ങിലോ കോമ്പൗണ്ടിങ്ങിലോ പാക്കേജിങ്ങിലോ എന്തെങ്കിലും എറേഴ്സ് വരുന്നതും, അൺസാനിറ്ററി പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ അവിടെ ഇറാഷണൽ യൂസ് നടക്കാം. പേഷ്യൻ്റ് അഡ്ഹറൻസ്, അതായത് പുവർ ലേബലിംഗ് കാരണം ഉണ്ടാവാം, ഇനഡിക്കേറ്റ് ഓറൽ ഇൻസ്ട്രക്ഷൻസ് കാരണം ഉണ്ടാവാം. നമുക്കറിയാം, ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇന്ന നേരത്തെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആ പ്രോപ്പറായിട്ട് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇറാഷണൽ യൂസിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൽ നമുക്ക് ഇഞ്ചക്ഷൻസ്, ആൻറ്റിബയോട്ടിക്സ്, OTC മെഡിസിൻസ്, ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വണ്ണാണ് റാഷണൽ യൂസ് ഓഫ് ഇഞ്ചക്ഷൻസ്. ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് മെനി പേഷ്യൻസും ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് വെറൈറ്റി ഓഫ് ഹെൽത്ത് പ്രോബ്ലംസിൽ. എന്നാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും മെഡിക്കലി ജസ്റ്റിഫൈഡ് അല്ല. എന്നിരുന്നാൽ പോലും പല പേഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ എന്താണ്, ഇഞ്ചക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷൻസിൻ്റെ ഇറാഷണൽ അല്ലെങ്കിൽ അൺനെസസറി യൂസ് എവിടേക്കാണ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്? ട്രീറ്റ്മെൻറ്റിന് ഹൈ കോസ്റ്റ് ആവുന്ന സമയത്ത്, ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ നീഡ് കൂടുന്ന സമയത്ത്, പിന്നെ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുള്ള കേസിലൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രിഫർ ചെയ്യുക എന്താ, ഇഞ്ചക്ഷൻസിൻ്റെ കേസാണ്. പിന്നെ സീരിയസ് പാത്തോജൻസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B, HIV ഒക്കെ പോസിബിൾ ട്രാൻസ്മിഷൻ, റിസ്ക് ഓഫ് ആബ്സസ് ഫോർമേഷൻ ഇഫ് അഡ്മിനിസ്റ്റേർഡ് അൺഹൈജീനിക്കലി ആണ് അഡ്മിനിസ്റ്റർ ചെയ്തെങ്കിൽ ആബ്സസ് ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ ഇതാണ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അൺനെസസറി യൂസുമായിട്ടുള്ള കൺസേൺസ് എന്ന് പറയുന്നത്. Situations where injection use is justified. Injection should be restricted to situation where they are truly needed, such as എവിടേക്കാണ് നമുക്ക് ഇഞ്ചക്ഷൻ എപ്പോഴൊക്കെ ട്രൂലി നീഡഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. ഒന്ന്, ഓറൽ അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സ്വാലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ, അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഓറലി ഗുളിക കഴിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു സമയത്ത് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇഞ്ചക്ഷൻസ്. അതേപോലെ അബ്സോർപ്ഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, സിവിയർ വോമിറ്റിങ്ങോ ഡയറിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന വഴിക്ക് വോമിറ്റ് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ഇഞ്ചക്ഷൻസ് ആണ്.
പാരൻ്റൽ ഫോമിൽ മാത്രമാണ് ഡ്രഗ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എക്സാമ്പിളാണ് ഇൻസുലിനും ജെൻഡാമൈസിനും. പിന്നെ ഹൈ ടിഷ്യൂ കോൺസെൻട്രേഷൻസ് റിക്വയർഡ് ആണ്, എന്നാൽ അത് ഓറലി അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസസിൽ നമുക്കിത് പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അർജൻറ്റ് ട്രീറ്റ്മെൻറ്റ് നെസസറി ആയിട്ടുള്ള കേസസിലൊക്കെ നമ്മൾ ഇഞ്ചെക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുക. പേഷ്യൻ്റ് ഓറൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഓക്കെ അല്ലെങ്കിലും നമ്മൾ ഇഞ്ചെക്ഷൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇറാഷണൽ യൂസ് ഓഫ് ഇഞ്ചെക്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സിമ്പിൾ ഫീവർ വരുമ്പോൾ തന്നെ നമ്മൾ പാരസെറ്റമോൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത് ഇറാഷണൽ യൂസിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ മൾട്ടി വൈറ്റമിൻ, ഗ്ലൂക്കോസ്, കാൽസ്യം ഇഞ്ചെക്ഷൻസ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വൈറ്റമിനോ ഗ്ലൂക്കോസ്, കാൽസ്യം ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നതും ഒരു ഇറാഷണൽ യൂസ് ആണ്. അതേപോലെ മൈൽഡ് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കേസിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതും ഇറാഷണൽ യൂസ് ഓഫ് ഇഞ്ചെക്ഷൻസ് ആണ്. ഇനി ഇറാഷണൽ യൂസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെയും ഫിസീഷ്യൻസിനെയും ഫാർമസിസ്റ്റിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് എസെൻഷ്യലാണ്. അതേപോലെ റാഷണൽ പ്രിസ്ക്രൈബിങ്ങും ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ പ്രകാരം നമ്മൾ അഡ്ഹർ ചെയ്യുന്നതും മിസ്യൂസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിൽ റാഷണൽ യൂസ് ഓഫ് ഇഞ്ചെക്ഷൻസ് എന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ എന്താണ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്, അതിൻ്റെ ക്രൈറ്റീരിയയും, എവിടേക്കാണ് ഈ റാഷണൽ യൂസ് വരാനുള്ള ചാൻസ് എവിടേക്കാണ്, എങ്ങനെയൊക്കെ അത് വരാം, പിന്നെ ഇഞ്ചെക്ഷൻസിൻ്റെ കേസിലും നമ്മൾ നോക്കി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ചെറിയൊരു പോർഷനാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് റാഷണൽ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സും റാഷണൽ യൂസ് ഓഫ് OTC മെഡിസിനും ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.